നമസ്തേ, എല്ലാവർക്കും ദേവികൃപ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ മാമ്പഴ സീസണൊക്കെ ആണല്ലോ അപ്പോൾ മാമ്പഴക്കാളൻ ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ മാമ്പഴക്കാളൻ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് പോവാം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ദേവികൃപ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴക്കാലനാണ്. ഇത് നമ്മുടെ പറമ്പിലുണ്ടായ മാങ്ങ. ഇത് മാങ്ങയാന്ന് എനിക്കറിയില്ല, കാരണം അമ്മയ്ക്കാണ് അറിയുക, അമ്മയില്ല ഇപ്പോൾ. അപ്പോൾ കുറച്ച് ഒരുവിധം പഴുത്തപ്പോൾ ഞാനത് മാമ്പഴക്കാലൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അതിനൊരു 10-14 മാമ്പഴം എടുത്തിട്ടുണ്ട്. അത് ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് കുക്ക് ചെയ്തു. എന്നിട്ട് ഇപ്പം ഇതിൻ്റെ തൊലി കളയണം. ഇനി കണ്ടില്ലേ, ഈ തൊലി കളഞ്ഞിട്ട് വേണം ഇനി കുക്ക് ചെയ്തെടുക്കാൻ. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. വെള്ളത്തിലിട്ടിട്ട് ഇതിപ്പോൾ നല്ലോണം കുക്കായിട്ടിട്ട് അതുപോലെ തന്നെ ഇത് കണ്ടുമ്പോൾ തൊടുമ്പോൾ ഈ തൊലി കളഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മാമ്പഴം മീൻസ് കുക്ക്ഡ് ആയ മാമ്പഴം കിട്ടും. എന്നിട്ട് വേണം കാളൻ ഉണ്ടാക്കാൻ. ഓക്കെ, ഇത് ചന്ദ്രക്കാരനൊന്നും അല്ല കേട്ടോ, വേറെ ഏതോ ഒരു മാമ്പഴമാണ്. എന്താണെന്ന് എനിക്കറിയില്ല, നീലാണോ എനിക്കറിയില്ല എന്താന്ന്. ഓക്കെ, അപ്പം നമുക്ക് പഴുത്ത മാമ്പഴം വെച്ച് എന്തും ഉണ്ടാക്കാം. ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ചന്ദ്രക്കാരൻ മാമ്പഴമാണെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ആ പഴുത്ത മാങ്ങയാണ്. അതെങ്ങനെയാണ് ഇതെടുക്കുക എന്നൊന്ന് കണ്ടോ. ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ തൊലി ഇങ്ങനെ കളയുക. കണ്ടില്ലേ, നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കളയുക. കണ്ടില്ലേ, ഇങ്ങനെ കളഞ്ഞിട്ട് നമ്മളിത് ഈ ഉരുളിക്കകത്ത് ഇടുകയാണ്. അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്യുക. ഇതാണ് മാമ്പഴം, കുക്ക് ചെയ്ത മാമ്പഴം കേട്ടോ. ഓക്കെ, കേട് ഞാൻ തൈര് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ, ഒഴിച്ചിട്ട്. ഇത്രയും ഞാൻ ഇപ്പോൾ 2-3 ദിവസം നമ്മൾ പാലൊഴിച്ച് എടുത്ത് ഞാൻ കേടുണ്ടാക്കിയിട്ടുണ്ട്. തൈരാണ്, അതുണ്ട്. പിന്നെ തേങ്ങ, പച്ചമുളക്, ജീരകം ഇത് ചേർത്ത് അരയ്ക്കണം. അപ്പോൾ ഞാൻ അതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാനിത് ഒരു ഉരുളിയിലേക്ക് മാറ്റി, അതായത് കുക്ക് ചെയ്ത മാമ്പഴത്തിൻ്റെ തൊലി കളഞ്ഞ് ഞാനിത് ഒരു ഉരുളിയിലേക്ക് മാറ്റി. ഇതൊരു ചെറിയ ടേസ്റ്റ് കൂട്ടാനുള്ള ഒരു ടിപ്പും കൂടി കാണിച്ചു തരാം കേട്ടോ. മാങ്ങയുടെ നടുക്ക് ഞാൻ കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തു, സിമ്മിൽ വെച്ചു. എന്നിട്ട് കുറച്ച് നെയ്യ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇത് ഒരു ടിപ്പാണ് കേട്ടോ, ഇതെൻ്റെ അമ്മ പറഞ്ഞു തന്നേക്കുന്ന ടിപ്പാണ്. ഭയങ്കര ടേസ്റ്റ് കൂടാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അപ്പം ഞാൻ ആ മാങ്ങ ഒന്ന് ജസ്റ്റ് ഈ നെയ്യിൽ ഒന്നിങ്ങനെ, ബട്ടറാണെങ്കിലും മതി, പക്ഷെ കുറച്ചും കൂടി നല്ലത് നെയ്യാണ്. ഇപ്പം ഉരുളിയിലായതുകൊണ്ട് കുറച്ച്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു 14 മാമ്പഴം. അത്ര മധുരമുണ്ടോ എന്നുള്ളത് അത്ര വലിയ ഇതായിട്ട് അറിയില്ല, കാരണം ഞാൻ പറപ്പിച്ചു. അമ്മയുടെ അവിടെ പോയിട്ട് മാങ്ങ പറപ്പിച്ചപ്പോൾ അത് പിന്നെ പഴുത്തു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ മാമ്പഴക്കാലൻ ഉണ്ടാക്കാന്നതാ. ഇപ്പൊ ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ഇങ്ങനെ ചൂടാക്കുക. അതിനുശേഷം കുറച്ച് മുളക് പൊടി ഇടുക കേട്ടോ, കുറച്ച് മുളക് പൊടി. അതേപോലെ തന്നെ കുറച്ച് ഉപ്പൂട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കുക. അപ്പൊ ഈ ഉപ്പും മുളക് പൊടിയും ഇതിൽ പിടിക്കും. ഇത്രയും ചെയ്താൽ മതി കേട്ടോ. ഒന്ന് ഫ്രൈ. ഇതെല്ലാരും ചെയ്യില്ല, ഞാൻ ചെയ്യാറുണ്ട്, അമ്മ പറഞ്ഞു തന്നതുകൊണ്ട്. അപ്പൊ നല്ല മാങ്ങയ്ക്ക് ഒരു ടേസ്റ്റ് വരും. ആ നെയ്യിലൊന്ന് ഫ്രൈ ആവുമ്പോ ഇത്ര മതി. ഞാൻ എന്നിട്ട് ആ ഉരുളിയുടെ ആ ഗ്യാസ് ഓഫ് ചെയ്തേ. എന്നിട്ട് ഞാൻ അടുത്ത പരിപാടി നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ അത് കഴിഞ്ഞ ശേഷം ഇതൊന്ന് വഴറ്റി, അതിനുശേഷം ഞാൻ ആ തേങ്ങയും കണ്ടില്ലേ, തേങ്ങയും ആ തൈരും പച്ചമുളകും, ഒരു 7-8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകും ജീരകവും കൂടി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇതിലേക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണേ. കണ്ടില്ലേ, ഇപ്പോൾ ഓൾറെഡി കാളന്റെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒഴിക്കുക, എന്നിട്ട് ഇത് ഇളക്കുക. ഇളക്കിയിട്ട് ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല, മുളക് പൊടി ഓൾറെഡി നമ്മൾ വഴറ്റിയിട്ടിരുന്നു. പിന്നെ മാമ്പഴം ആയതുകൊണ്ട് ഓൾറെഡി ഇതിൽ മധുരമുണ്ട്. മധുരം തീരെ ഇല്ലെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ശർക്കര ഇടാം, മാമ്പഴക്കാലനായതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഇളക്കുക. ഇതൊന്ന് തിള വരുമ്പോൾ ഓഫ് ചെയ്യണം. അപ്പോൾ
നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, കളറ് മാറി വരും, മഞ്ഞ കളർ ആവൂട്ടോ മഞ്ഞപ്പൊടിയുടെ. അപ്പം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. മാമ്പഴക്കാലൻ കുറച്ചും കൂടി ഒന്ന് കുരുകി ഒന്ന് പതഞ്ഞ് വരുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്യണം. അപ്പം ഞാൻ ഇതിൻ്റെ ഉപ്പും മുളകും ഒക്കെ ഒന്ന് നോക്കട്ടെ. അത്യാവശ്യം ഉപ്പും മുളകും മധുരമൊക്കെ ഉണ്ട്. മധുരം കുറവാണെങ്കിൽ നമ്മൾ കുറച്ച് ശർക്കര ഇടാം. പിന്നെ ഞാൻ ലാസ്റ്റ് ഇതിൽ കുറച്ച് ക്രഷ് ചെയ്ത കുരുമുളക് പൊടി കുരുമുളക് ഇടുകയാണ് കേട്ടോ. അത്രയും മതി. അതൊരു കാളൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് പതയുമ്പോൾ നമുക്ക് നിർത്തണം, അല്ലെങ്കിൽ നേർക്കും. അപ്പോൾ നമ്മുടെ നല്ല രുചികരമായ മാമ്പഴക്കാലൻ റെഡി. കണ്ടില്ലേ, മഞ്ഞ കളറുമായി, മുളകിൻ്റെ ആ ഒരു റെഡിഷ് കളറും ഉണ്ട്. ഇതൊന്നും കൂടി ഇരുന്നാൽ കുറുകും. അപ്പം നമ്മളിത് പതയുമ്പോൾ നമ്മൾ ഇപ്പം പതഞ്ഞു തുടങ്ങി. കണ്ടില്ലേ, ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്തു. എന്നിട്ട് ഇത് കുറച്ച് നേരം കൂടി കഴിഞ്ഞ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഞാനിവിടെ ഓൾറെഡി ഒരു പാനിൽ ഞാൻ ഉലുവ, കടുക്, മുളക് എന്ന് പറഞ്ഞാൽ വറ്റൽ മുളക്, കരിവേപ്പില വറുത്തിട്ടാണ് ഇട്ടു കേട്ടോ. അപ്പം അതും കൂടി ഇതിലേക്ക് ഇട്ടാൽ ഫൈനൽ സ്റ്റേജ് കഴിഞ്ഞു. നമ്മൾ എപ്പോഴും കാളൻ ഉണ്ടാക്കുമ്പോൾ ഉലുവയും കൂടി വറുത്തിടണം. അപ്പം കണ്ടില്ലേ, ഞാൻ കുരുമുളക് ഓൾറെഡി കുറച്ച് ക്രഷ് ചെയ്തിട്ടിരുന്നു. ഇതാണ് നമ്മുടെ മാമ്പഴക്കാളൻ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് ശർക്കര ഇടാം. പക്ഷെ ഓൾറെഡി ഇതിൽ ശർക്കര മധുരം ഉണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ ശർക്കരയൊന്നും ഇട്ടിട്ടില്ല. ഓക്കെ, ഇതാണ് മാമ്പഴക്കാളൻ. അപ്പം ഞാൻ എന്താന്ന് വെച്ചാൽ ഉരുളി എടുത്തത് കുറച്ച് അധികം ഉണ്ടല്ലോ. പാത്രത്തിൽ ഇളക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഉരുളി എടുത്തത്. പിന്നെ ഉരുളിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റും കൂടുമെന്ന് പറയണേക്കാം. പണ്ടത്തെ ആളുകൾ അമ്മയൊക്കെ പറയണേക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ കാളൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഇനി ഇത് കുറച്ചും കൂടി മഞ്ഞ കളർ വരും ഇരിക്കും തോറും. അപ്പോൾ നിങ്ങളെല്ലാവരും മാമ്പഴക്കാലൻ ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനലിൽ ഞാൻ ഉണ്ടാക്കിയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പോഴേക്കും ആ കാളൻ മഞ്ഞ കളറും വന്നു, കുറച്ച് കുറുകുകയും ചെയ്തു. അപ്പം അതൊന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് എടുത്തതാണ് കേട്ടോ. കണ്ടില്ലേ, ഇതാണ് നല്ല മഞ്ഞ കളറും വന്നു, നല്ല മാമ്പഴക്കാലൻ, രുചികരമായ മാമ്പഴക്കാലൻ റെഡി. കണ്ടില്ലേ നിങ്ങൾ? ഓക്കെ, ഇത്രയും ഞാനിപ്പോൾ ആ ഉരുളിയിൽ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരുപാടുണ്ടെന്ന് കേട്ടോ. അത്രയും തൈരും ഒരു തേങ്ങയും ഈ 14 മാമ്പഴം കൂടി ഉണ്ടാക്കിയ കാളൻ ഈ പാത്രത്തിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാനത് മാറ്റി ഇപ്പം കൂടി നിങ്ങളെ കാണിച്ചതാണ്. നിങ്ങൾ വിചാരിക്കും ഇതെന്തിന് ഇത്ര അധികം ഉണ്ടാക്കിക്കണേന്ന് കേട്ടോ. കണ്ടോ, ദേ ഇത്രയുള്ളൊരു തവലയിൽ ഇത്രയും ഉള്ളൂ കേട്ടോ കാളൻ. മനസ്സിലായില്ലേ? 2 ദിവസത്തേക്കുള്ള കാളൻ. ഓക്കെ, മാമ്പഴക്കാളൻ. അപ്പം അതും കൂടി ഒന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. പാത്രത്തിൽ നിന്ന് മാറ്റിയ ശേഷം ഇപ്പം കണ്ടില്ലേ, നല്ല കളറുമായി, മഞ്ഞ കളറുമായി. ഓക്കെ.